ചില തോക്കുകളൊക്കെ പൊട്ടിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരെടുത്ത് പൊട്ടിച്ചാലേ അത് പൊട്ടത്തുള്ളൂ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ അതായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ടീം വളരെയധികം മികച്ചൊരു ടീമാണ്. ബട്ട് ആ ഒരു ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വ്യക്തി, ഒരു കോച്ച്. ആ ഒരു ടീം ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊരു നല്ല കോച്ച് ചോദിച്ചാൽ ക്ലിയർ ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിനെക്കാട്ടിലും നോർത്ത് ഈസ്റ്റിനെക്കാട്ടിലും അതുപോലെ തന്നെ മറ്റ് ചില ടീമുകളെയൊക്കെ കാട്ടിലും മികച്ച ടീം കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. പക്ഷെ നമ്മൾ വിജയിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോച്ച് തന്നെയാണ്, മിഗാൽ സർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയും 1, 2, 3, 4 കളി കഴിയും, ഉറപ്പായിട്ടും 3, 4 കളി കഴിയട്ടെ എന്നിട്ടേ പറയാൻ പറ്റും. തോമസ് ടോർഷിനും എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അതുപോലെ തന്നെ TJ പുരുഷോത്തമനാണ്, ആരെയാണെങ്കിലും സ്റ്റിൽ വിശ്വാസമില്ല. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ പഞ്ചാബ് FCയും നമ്മുടെ മറ്റുള്ള ടീമുകളെക്കാട്ടിലും ജംഷഡ്പൂരിനെക്കാട്ടിലും മികച്ച ടീമാണ്. അതിലൊരു തർക്കവുമില്ല. ആ ഒരു എന്താ പറയുക, തോക്ക് പൊട്ടിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിലാണെങ്കിൽ അവൻ കറക്റ്റായിട്ട് പൊട്ടിക്കും. എന്തായാലും തോമസ് ടോർച്ച് എന്തായാലും ആദ്യത്തെ വെടി പൊട്ടിച്ചിട്ടുണ്ട്, അത് ശരിയായിട്ട് തന്നെയാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത വെടികളൊക്കെ ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ആദ്യത്തെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ വേറെ ലെവലായിരുന്നു. നമുക്കറിയാം ഐബ ഡോഗ്ലി വരുന്നു, അമാവി വരുന്നു. അമാവി എന്ന പ്ലെയറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആദ്യത്തെ കളിയിൽ തന്നെ അദ്ദേഹം കാണിച്ചതൊക്കെ വേറെ ലെവലാണ്. എന്തായാലും നമ്മൾ വലുതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 8 മത്സരങ്ങളിൽ വിജയിക്കണം ഇനിയുള്ള 11 കളികളിൽ. അതൊക്കെ വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ.